നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസ് യുപിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ പ്രധാന പദവികളെല്ലാം നൽകാൻ തയ്യാറാണ്. മേനകാ ഗാന്ധിയെയും വരുൺ ഗാന്ധിയെയും കോൺഗ്രസിലേക്ക് ക്ഷണിക്കാൻ കോൺഗ്രസ് പരമാവധി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിന് കാരണമാകുന്നത് പല ഫാക്ടേഴ്സാണ്. മേനകാ ഗാന്ധി BJP നേതൃത്വവുമായി ഇടഞ്ഞത് പിലിഭിറ്റ് സീറ്റ് തനിക്കോ തൻ്റെ മകനോ നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ്. കഴിഞ്ഞ തവണ അവർ സുൽത്താൻപൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പരാജയപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. പിലിഭിറ്റ് ഇപ്പോൾ മറ്റൊരാളുടെ കൈവശമാണ്. BJPയിൽ എത്തുന്നതിന് മുമ്പ് ജനതാദൾ പാർട്ടിയുമായി ഒക്കെ സഹകരിക്കുന്ന സമയത്ത് പോലും കൃത്യമായി കോൺഗ്രസിനെതിരെ പോരാട്ടം നടത്താൻ ശ്രമിച്ചിരുന്ന മേനകാ ഗാന്ധി സ്ഥിരം പ്രതികരിച്ചിരുന്ന മണ്ഡലമാണ് പിലിഭിറ്റ് മണ്ഡലം. 3 പതിറ്റാണ്ടോളം ആ മണ്ഡലം വലിയ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിലും മേനകയോ അല്ലെങ്കിൽ വരുൺ ഗാന്ധിയോ അല്ലാതെ മറ്റാരെയും ജയിപ്പിക്കാൻ പിലിഭിറ്റുകാർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് ആ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. മേനകാ ഗാന്ധിയും വരുൺ ഗാന്ധിയും തങ്ങളുടെ കോട്ടയിലേക്ക് എത്തിയാൽ കോൺഗ്രസിന് കൂടുതൽ കരുത്ത് പകരും. യുവ നേതാക്കളെ ആകർഷിക്കാൻ വരുൺ ഗാന്ധിക്ക് പ്രത്യേക കെൽപ്പാണ് എന്ന് സഹോദരിയായ പ്രിയങ്ക ഗാന്ധി ഉറക്കെ പറയുന്നത് എന്തുകൊണ്ടും വലിയ രീതിയിൽ ട്വിസ്റ്റ് ഉണ്ടാക്കും. രക്ഷാബന്ധൻ ദിനത്തിലും ഒക്കെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്കും വരുൺ ഗാന്ധിക്കും ഒരുപോലെ തന്നെ രക്ഷാബന്ധൻ അണിയിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയാകാറുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. വരുൺ ഗാന്ധി കൃത്യമായും കോൺഗ്രസിലേക്ക് ചേക്കേറുകയാണെങ്കിൽ BJPക്ക് പ്രഹരമുണ്ടാകും. ഗാന്ധി പരിവാർ ഒന്നടങ്കം കോൺഗ്രസിലേക്ക് എത്തി എന്ന് പറയാൻ കഴിയും. BJP പലപ്പോഴായി ഗാന്ധി പരിവാറിനെ അറ്റാക്ക് ചെയ്യുമ്പോഴും പറയുന്നത് അതിൽ തലയ്ക്ക് വെളിവുള്ളവരൊക്കെ ഇപ്പോഴും BJPയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൃത്യമായി രാഹുൽ ഗാന്ധിയെയും അതുപോലെ സോണിയാഗാന്ധിയെയും ഒക്കെ അള്ളുവെക്കാറുണ്ട്. പക്ഷെ ഇനി അതൊന്നും നടക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഉത്തർപ്രദേശിൽ മാത്രമല്ല, ഒരു വലിയ തോതിൽ പല സംസ്ഥാനങ്ങളിലും ഓപ്പറേഷൻ ടാലന്റ് ഹണ്ട് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. യുവാക്കളെയും പ്രഗത്ഭരായ BJP അവഗണിച്ച രാഷ്ട്രീയ നേതാക്കളെ, വസുന്ധര രാജെ സിന്ധ്യ അടക്കമുള്ള പല രാഷ്ട്രീയ നേതാക്കളെയും സഹകരിപ്പിച്ചുകൊണ്ട് മൊത്തത്തിലൊരു കോമൺ പ്ലാറ്റ്ഫോം സൃഷ്ടിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് അണിയറയിൽ കൃത്യമായി ചർച്ചകൾ നടക്കുന്നു. ഇത് കുറച്ചുകൂടി പ്രാക്ടിക്കലായി പോസിബിളായാൽ, സജ്ജമായാൽ തിരിച്ച് 2029 15 കൊല്ലങ്ങൾക്ക് ശേഷം കോൺഗ്രസിന് അധികാരം കിട്ടാനുള്ള സാധ്യതകൾ ഏറ്റവും ശക്തമായി തന്നെ തുറന്നു വരും എന്നുള്ളതിന് സംശയമൊന്നും ഇല്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് മികവാർന്ന ഭൂരിപക്ഷത്തോടെ തിരിച്ചു വന്നു. അതും ദീർഘകാലം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷമാണ്. കേരളം അതിന് ഉത്തമ ഉദാഹരണമാണ്. കോൺഗ്രസ് എന്ത് മാജിക്കൽ പവറോടെയാണ് തിരിച്ച് ശക്തമായി അധികാരത്തിലേക്ക് വന്നത് നമ്മൾ ഓർമ്മിക്കും. അതിൻ്റെ ഒരു ഇൻ്റഗ്രേറ്റഡ് വെർഷൻ ഈ ഇന്ത്യ രാജ്യത്ത് നോക്കിയാൽ മതി. നമ്മുടെ രാജ്യത്ത് പ്രായോഗികമല്ല എന്ന് കരുതുന്ന ഒന്നുമില്ല. ജനങ്ങളുടെ വിശ്വാസം, ഈ ജനകീയ അടിത്തറ അത് ഉണ്ടെങ്കിൽ ഏത് പ്രസ്ഥാനത്തിനും തിരിച്ചു വരാം. അങ്ങനെ മൺമറഞ്ഞു പോയ പ്രസ്ഥാനമല്ല സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കോൺഗ്രസ്.